Okay, in the previous classes, we discussed one sample test of that is non-parametric methods ലുള്ള one sample test corresponding ആയിട്ടുള്ള sign test എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Today we have several sample test. So what do you mean by several sample test? ഒന്നിൽ കൂടുതൽ സാമ്പിൾസ് ഒന്നിൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെവറൽ സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ സെവറൽ സാമ്പിൾ ടെസ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ടു സാമ്പിൾ ടെസ്റ്റ്. The two sample tests are used to evaluate the effectiveness of two treatments, അല്ലെങ്കിൽ two methods, say teaching or two promotional strategies is business and economics. അങ്ങനെ ടു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ടു ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു സാമ്പിൾ ടെസ്റ്റ് എന്നാണ്. ഇൻ ഈച്ച് ഓഫ് ദീസ് കേസസ് ദ സാമ്പിൾ വിച്ച് ഹാസ് ബീൻ അഡ്മിനിസ്ട്രേഡ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് ഈസ് കമ്പയർഡ് വിത്ത് വൺ വിച്ച് ഹാസ് ബീൻ അഡ്മിനിസ്ട്രേഡ് വിത്ത് ദി അനദർ ട്രീറ്റ്മെൻറ്റ്. ഒരു ട്രീറ്റ്മെൻറ്റ് മറ്റൊരു ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് അവിടെ നമ്മളിതിവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ടു സാമ്പിൾ ടെസ്റ്റിൽ നമ്മൾക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റായിട്ട് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ സൈൻ ടെസ്റ്റാണ്. സോ നമ്മൾ വൺ സാമ്പിൾ ടെസ്റ്റിൽ പറഞ്ഞ അതേ കൺസെപ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ എബോവ് വരുന്ന വാല്യൂസ് നമ്മൾ പ്ലസ് സൈൻ ഇട്ട് കൊടുക്കും, ബിലോ വരുന്നതിന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യണം. സോ ഒരു ട്രീറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ചെയ്തതിന് ശേഷമുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പം മുന്നുള്ള വാല്യൂസും ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരു ഇൽനെസ്സിന് വേണ്ടിയിട്ട്. അപ്പം മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള പേഷ്യൻസിൻ്റെ ഇതും ഒരു ക്യൂർനെസ്സും അതുപോലെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള അസുഖം മാറുന്ന സാധനം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുന്നേ ഉള്ള വാല്യൂ വലുതായിരുന്നു, ചെയ്തതിന് ശേഷമുള്ള വാല്യൂ, അതായത് നമ്മളുടെ അസുഖം ഭേദമാകുന്ന ആൾക്കാരുടെ വാല്യൂസ് മുന്നേ കുറവായിരുന്നു, അത് ചെയ്തതിന് ശേഷം കൂടുകയാണ് എങ്കിൽ എന്താണ് അവിടെ എഫക്റ്റീവ്നെസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ വാല്യൂസ് കൂടുകയാണ് എങ്കിൽ നമ്മളതിന് പ്ലസ് സൈൻ കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് എടുക്കുമ്പോൾ, അപ്പോൾ നമ്മളൊരു ട്രാഫിക് സിഗ്നലിലെ മരണത്തിൻ്റെ റേറ്റ് എടുക്കുമ്പോൾ നമ്മളൊരു പുതിയൊരു റൂൾ അവിടെ കൊണ്ടുവരും. ട്രാഫിക് സിഗ്നൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ അവിടെ മരണനിരക്ക് കൂടുതലായിരിക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ അപ്പുറത്ത് കുറയണം. സോ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നമുക്ക് മെച്ചപ്പെട്ട സാധനമാണ് വാല്യൂസ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം കിട്ടുന്നെങ്കിൽ അതിന് പ്ലസ് സൈൻ കൊടുക്കുക, അതർവൈസ് നെഗറ്റീവ് കൊടുക്കുക എന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. So the test is based on the sign of paired observation ആണ്. The test is of a particular when measurement of observations are on a qualitative basis. ഇപ്പോൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. സോ നമുക്ക് അതിലൊരു എക്സാമ്പിൾ നോക്കാം. To determine the effectiveness of a traffic control system, the number of accidents that occurred at a random sample of 8 dangerous intersections during the 4 weeks before the 4 weeks following the installation of the new systems are observed with the following result. നമ്മൾ എന്ത് ചെയ്തു, ഒരു ന്യൂ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വാല്യൂസും അത് ചെയ്തതിന് ശേഷമുള്ള വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. 9 and 5, 7 and 3, 3, 4, 16, 14, 12, 7, 12, 5, 5, 5, 6, 1. Using the sign test at the level of significance alpha equal to 0.10 to test the null hypothesis that the new traffic control system as effective as the old system against the alternative hypothesis that the new system is more effective. നമുക്കതാണ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനവിടെ എഫക്റ്റീവ്നെസ് ആണോ അല്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ ആ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഡെത്ത് റേറ്റ് കുറയണം. സോ 9, 5 അവിടെ എന്താണ്, മുന്നേ 9 ആയിരുന്നു, നമ്മൾ ന്യൂ ട്രാഫിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 5 ആയിട്ട് മാറി. സോ അവിടെ ഒരു മെച്ചപ്പെട്ട സാധനമാണ് ഉണ്ടായിട്ടുള്ളത്. സോ 9 5 കുറഞ്ഞു. സോ അത് പ്ലസ് സൈനാണ്. 7 ഉള്ളത് 3 ആയിട്ട് മാറി, അതും പ്ലസ് സൈനാണ്. ഇവിടെ 3 ഉള്ളത് 4 ആയിട്ട് മാറി. അവിടെ ട്രാഫിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മരണനിരക്ക് കൂടിക്കാണ്. സോ ഇവിടെ നെഗറ്റീവ് കൊടുക്കണം. ഇവിടെ 16 ഉള്ളത് 11 ആയിട്ട് മാറി, പ്ലസ് സൈൻ കൊടുക്കുക. 12 ഉള്ളത് 7 ആയിട്ട് മാറി, പ്ലസ് സൈൻ കൊടുക്കുക. 12 ഉള്ളത് 5 ആയിട്ട് മാറി, പ്ലസ് സൈൻ കൊടുക്കുക. 5 ഉള്ളത് 5 ആയിട്ട് മാറി, ഒരു മാറ്റമല്ല. സോ അത് 0 അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കുക. 6 ഉള്ളത് 1 ആയിട്ട് മാറി, അത് പ്ലസ് സൈൻ കൊടുക്കുക. സോ ദർ ആർ 6 പ്ലസ് സൈൻ ആൻഡ് 1 മൈനസ് സൈൻ ആൻഡ് വി ഡിസ്കാർഡ് 1 ഒബ്സർവേഷൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു, കാരണം ഒരു ചേഞ്ച് വന്നിട്ടില്ല. വി ഹാവ് ടു ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് 6 or more സക്സസ് ഇൻ 7 trials with p equal to 1/2 നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ദിസ് പ്രോബിലിറ്റി is 0.063 which is less than alpha equal to 0.01.
0.1 പ്രോബബിലിറ്റി നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. P = 1/2 റെസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി 6 അതിന് മോളോ വരാനുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വെൻ വി കാൽക്കുലേറ്റഡ് വി ഗെറ്റ് 0.063 ആണ് കിട്ടുക. അത് നമ്മളുടെ ആൽഫ 0.10 ഗ്രേറ്റർ ആണ്. Therefore null hypothesis must be rejected, which means the new traffic control is more effective നമുക്ക് പറയാൻ പറ്റും. Okay, please note that if our sample is large, we may use normal approximation to binomial distribution and carry z test as explained. അപ്പോൾ ലാർജ് സാമ്പിൾ സൈസ് ആണ് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് യൂസ് ചെയ്യണം, നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതായത് z ടെസ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് വിൽക്കോൺസൺ മാച്ച്ഡ് പെയേഴ്സ് സൈൻഡ് റാങ്ക് ടെസ്റ്റ്. ഇവിടെയും 2 സാമ്പിൾ ടെസ്റ്റ് ആണ്. അപ്പോൾ 2 ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. So in this sign test, the value of the difference of sources was used only to determine its sign, but its magnitude was not taken into magnitude നമ്മൾ എടുക്കുന്നതിൻ്റെ സൈൻ മാത്രമേ നോക്കുന്നുള്ളൂ. The Wilcoxon matched pair signed rank test is incorporates this additional information and attaches a greater weight to match a pair which shows a large difference. This therefore a more powerful test than the sign test. Sign test നേക്കാളും കുറച്ചുകൂടി പവർഫുൾ ആയ ടെസ്റ്റ് ആണ് എന്ത് വിൽക്കോക്സൺ മാച്ച്ഡ് പെയർ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ആണ്. സോ ആ ടെസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ലെറ്റ് DI റെപ്രസെൻറ്റ് ദ ഡിഫറൻസ് കോസ് ഓഫ് എനി മാച്ച്ഡ് പെയേഴ്സ്. മാച്ച്ഡ് പെയേഴ്സിൻ്റെ ഡിഫറൻസസ് ആണ് എന്ത് DI എന്ന് പറഞ്ഞാൽ. വി റാങ്ക് ഓൾ DIs, എല്ലാ DIസിനും നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് കൊടുക്കുക വിത്തൗട്ട് റിഗാർഡ് ദർ സൈൻ. സൈൻ നോക്കാതെ തന്നെ എല്ലാ ഡിഫറൻസിനും നമ്മൾ റാങ്ക് കൊടുക്കുക. ടു ഈച്ച് റാങ്ക് പ്രിഫിക്സ് ദ സൈൻ ഓഫ് ദ ഡിഫറൻസ്. ഇഫ് എനി DI = 0 ഡിലീറ്റ് ദാറ്റ് ആൻഡ് റെഡ്യൂസ് ദ സാമ്പിൾ സൈസ് അക്കോർഡിംഗ്. ഏതെങ്കിലും ഡിഫറൻസ് എടുക്കുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കണം, സാമ്പിൾ സൈസ് ഒന്ന് നമ്മൾ കുറയ്ക്കുകയും വേണം. If there are tie in some of the values of DIs, assign an average rank to such pair by averaging the rank position. അതിൻ്റെ റാങ്ക് ഇപ്പോൾ ഒരേ റാങ്ക് കൊടുക്കേണ്ട സാധനങ്ങൾ വരും. ഇപ്പം ഒരേ വാല്യൂസ് വരുമ്പോൾ അതിന് ഒരേ റാങ്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനാണ് അവിടെ നമ്മളതിൻ്റെ എന്ത് ചെയ്യുക, ആവറേജ് വാല്യൂ കൊടുക്കണം. സപ്പോസ് അവർ സാമ്പിൾ സൈസ് ഈസ് 6 ആൻഡ് ദ DI values are -0.5, -1, 2, 2, 2, 3. The absolute values are 0.5, 1.2, 1, 2, 2, 2, 3. ഈ 2, 2, 2, 3ക്ക് എന്ത് ചെയ്യണം, സെയിം റാങ്ക് കൊടുക്കണം. 0.5ന് 1 റാങ്ക് കൊടുക്കുക, 1ന് 2 കൊടുക്കുക, പിന്നെ 2, 3, 4 ആണ്. ഈ 2, 2, 2ന് നമ്മൾ 3, 4, 5 റാങ്ക് കൊടുക്കണം. സോ അതിൻ്റെ ആവറേജ് എടുക്കുക, ദാറ്റ് ഈസ് 3 + 4 + 5/3 ദാറ്റ്സ് ഈക്വൽ 4. എല്ലാത്തിനും 4 കൊടുക്കുക, 3ക്ക് അവസാനം 5 റാങ്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, the test statistic T is calculated which happens to be smaller sum of like signed rank obtained by totaling all the ranks with the positive sign and totaling separately all the ranks with the negative sign. The smaller of these two സം ഈസ് T. അപ്പോൾ പോസിറ്റീവായിട്ട് വരുന്ന എല്ലാ റാങ്കുകളും സം ചെയ്യുക, നെഗറ്റീവായിട്ട് എല്ലാ എല്ലാ റാങ്കുകളും സം ചെയ്യുക. അതിൽ ഏറ്റവും ചെറുത് ഏതാണ്, ദ സ്മാളർ ഓഫ് ദീസ് 2 സംസ് ഈസ് നമ്മളുടെ T വാല്യൂ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ആ T വാല്യൂ നമ്മൾ എന്താ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺക്ലൂഷൻ കൊടുക്കുക. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി ടേബിൾ വാല്യൂ വി റിജക്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ്. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുക, അപ്പോൾ നമുക്ക് ഒന്നുകൂടി സംഭവം ക്ലിയർ ആവും. An experiment is conducted to judge the effect of brand name on quality perception. 16 subjects are recruited for the purpose and are asked to test and compare 2 samples of product on a set of scale items judged to be ordinary. The following data are obtained. നമുക്ക് ട്രൂ ബ്രാൻഡ് തന്നിട്ടുണ്ട്, പെയർ 1 to 16 പെയർസ് ഉണ്ട്, ബ്രാൻഡ് എ ബ്രാൻഡ് ബി, കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് 73, 43, 47 എക്സെട്ര 65, 75. ബ്രാൻഡ് ബിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 51, 41, 43, 41 എക്സെട്ര 40 ആൻഡ് 68. സോ ടെസ്റ്റ് ദി ഹൈപ്പോത്തസിസ് യൂസിങ് വിൽക്കോക്സൺ മാച്ച്ഡ് പെയർ സൈൻ റാങ്ക്ഡ് ടെസ്റ്റ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രിസീവ്ഡ് ക്വാളിറ്റി ഓഫ് ദി 2 സാമ്പിൾസ്. ആ 2 സാമ്പിൾസ് നമ്മൾ പ്രിസീവ്ഡ് സാമ്പിൾസിന് ഡിഫറൻസ് ഇല്ല നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിച്ച് മീൻസ് ആൽഫ ഈക്വൽ ടു 5% ആണ് എമൗണ്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ഹൈപ്പോത്തസിസ് ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് H0 ഈക്വൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രിസീവ്ഡ് ക്വാളിറ്റി ഓഫ് 2 സാമ്പിൾസ്. ആ 2 സാമ്പിൾസ് നമ്മൾ ഡിഫറൻസ് ഇല്ല നമ്മൾ എടുത്തു. എഗനസ്റ്റ് H1 ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രിസീവ്ഡ് ക്വാളിറ്റി ഓഫ് 2 സാമ്പിൾസ് നമ്മൾ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു.
ദെൻ നമ്മൾ ആ പെയർ റാങ്ക്ഡ് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാൻഡ് എയും ബ്രാൻഡ് ബി നമ്മൾ എടുത്തത് അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ ഡി കണ്ടുപിടിക്കുക. അതായത് 73 - 51, 43 - 41, 47 - 43 എക്സെട്ര 75 - 68 നമുക്ക് ഡിഫറൻസ് ആണ് ഡി ആയി. സോ ദാറ്റ്സ് ഈക്വൽ 22, 2, 4, 12, 11, 15, 28, 0, - 5, 0, 4, -1, -10, -2, 25, 7 വരും. റാങ്ക് ഓഫ് ഡി ഓരോ ഇതിനും നമ്മൾ റാങ്ക് നമ്മൾ എന്താ റാങ്ക് കൊടുക്കുക. സോ ഇവിടെ 0 വന്നിട്ടുണ്ട്, 0 വരെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ റാങ്ക് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ നോക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് ആണോ പോസിറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറുതിന് എന്ത് ചെയ്യാം, 1 കൊടുക്കുക, 2 കൊടുക്കുക. സോ ഇവിടെ ഇതാണ് 1, സോ അതിന് 1 കൊടുക്കുക. ദെൻ 1 കഴിഞ്ഞിട്ട് വരുന്നത് 2 ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഒരു 2 വരുന്നുണ്ട്. സോ 2 സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും 2 വാല്യൂസിന് വരുന്നുണ്ട്. സോ സെയിം തന്നെ വരുന്നത്. സോ നമ്മൾ എന്ത് അവിടെ ആവറേജ് എടുക്കുക. സോ 2 + 3/2 ദാറ്റ്സ് ഈക്വൽ 2.5 കൊടുക്കുക, 2.5 കൊടുക്കുക. ദെൻ 3 വരുന്ന നെക്സ്റ്റ് വാല്യൂ ഇതിനാ വരുന്നത് നോക്കുക. 2 കഴിഞ്ഞു, 3 ഇല്ല, 4 ഇവിടെ ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. സോ 2 4 വന്നു. സോ റാങ്ക് ഇതിന് കൊടുക്കുക. 4ഉം 5ഉം വരേണ്ട സ്ഥാനത്താണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ടൈ വന്നിട്ടുള്ളത്. സോ 4 + 5/2 കൊടുക്കുക, ദാറ്റ് ഈസ് 4.5 കൊടുക്കുക, 4.5 കൊടുക്കുക. അതേപോലെ വാല്യൂസ് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് നമുക്ക് 28 ആണ് ഏറ്റവും മാക്സിമം വാല്യൂ, അതിന് നമ്മൾ 15 കൊടുക്കുക. കാരണം ഫസ്റ്റ് ഒരു വാല്യൂ 0 പോയതുകൊണ്ട് നമ്മൾ 1 ഒഴിവാക്കി, അതുകൊണ്ട് 15th റാങ്ക് വരേണ്ടായിരിക്കണം. ഇത് റാങ്ക് വിത്ത് പോസിറ്റീവ് സൈനുള്ളത് നമ്മൾ എടുത്തത്, നെഗറ്റീവ് സൈനിൽ എടുത്തത്. ഇതിൻ്റെ സൈന് പോസിറ്റീവ്, ഇതിൻ്റെ പോസിറ്റീവാണ്, ഇതിൻ്റെ പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്, ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്, ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് വരും. അത് നമ്മൾ നെഗറ്റീവ് സൈൻ്റെ നമ്മൾ എടുത്തത്. പോസിറ്റീവ് റാങ്കുകളെല്ലാം കൂടി സമ്മ് ദാറ്റ്സ് ഈക്വൽ 101.5, നെഗറ്റീവ് സൈനുകളെല്ലാം സമ്മ് ദാറ്റ് ഈസ് -18.5. നമ്മൾ പറഞ്ഞു ഇതിൽ രണ്ടിലും ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ ടി വാല്യൂ. സോ 18.5 ആണ് നമ്മുടെ ടി വാല്യൂ. The pair number 8 is dropped as d value is that this is 0 and therefore our sample size reduces to 15 ആയിട്ട് മാറും. For two-tailed test, the table value of t at 5% of significance level with n equal to 15 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 25 ആണ്. ഇവിടെ നമുക്ക് കിട്ടി 18.5 ആണ്. സോ 25 േക്കാളും ചെറുതാണ് 18.5, which is less than the table value 25. Therefore the null hypothesis is rejected and we concluded that there is difference between the perceived quality of the two samples. രണ്ട് നമ്മൾ ഡിഫറൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. The small sample size. ഇനി ലാർജ് സാമ്പിൾ സൈസ് ആകുമ്പോൾ, that is sample size exceeds 25, the sampling distribution t approximately normal distribution ആയിട്ട് മാറും with mean t bar equal to n into n plus 1/4 and standard deviation is t equal to root of n into n plus 1 into 2n plus 1/24, where n equal to number of matched pairs, number of dropped out pairs if any. Okay, we compute z equal to t minus n into n plus 1/4 into divided by root of n into n plus 1 into 2n plus 1/24 and large sample size ആവുമ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് വാൾഡ്-വോൾഫോർഡ് ടെസ്റ്റ്, ദാറ്റ് ഈസ് ടെസ്റ്റ് ഫോർ റാൻഡംനെസ്. This test is used to testing the null hypothesis that the two population follows identical distribution and is known by the name of its proponents as Wahlde-Wolfowitz test. രണ്ട് ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ആയിരിക്കണം. The application of this test requires that two independent samples of size n1 and n2 are drawn from the two population, assuming that the sample values of two population size n1 and n2 equal 15 are under. നമ്മൾ രണ്ട് പോപ്പുലേഷൻ രണ്ടിൻ്റെ സാമ്പിൾ സൈസ് സെയിം ആണെന്ന് എടുത്തു. സാമ്പിൾ 1 എടുത്തു, സാമ്പിൾ 2 എടുത്തു. സാമ്പിൾ 1ൻ്റെ വാല്യൂസ് 13, 16, 55 എക്സെട്ര 29, 72. സാമ്പിൾ 2 10, 15, 49, 13 എക്സെട്ര 55, 36 എടുത്തു. രണ്ട് സാമ്പിൾസിന് ടോട്ടൽ സാമ്പിൾ സൈസ് ആണ് n1 + n2 എന്നാൽ 15 + 15 എന്ത് വരും, 30 വരും. രണ്ടും നമ്മൾ എന്ത് ചെയ്യും, അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എഴുതുക. സോ ഇത് ഞാൻ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അപ്പോൾ ഏറ്റവും സ്മോൾ വാല്യൂ ഇവിടെ വരുന്നത് 10 ആണ്. സോ അത് ആദ്യം എഴുതി. 10 എവിടുന്ന വരുന്നത്, നമ്മൾ സാമ്പിൾ 2 ആണ്. സോ സാമ്പിൾ 1 ഞാൻ എക്സ് ആയിട്ടും സാമ്പിൾ 2 ഞാൻ വൈ ആയിട്ട് എടുത്തു. സോ 10 വരുന്നത് സാമ്പിൾ വൈ എന്നാണ് വരുന്നത്. 10 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വാല്യൂ എത്ര വരിക, 10 കഴിഞ്ഞ് 11 ഇല്ല, 12 ഇല്ല, 15 വരുന്നുണ്ട്, അതും വൈ എന്ന് തന്നെയാണ്. സോ നമ്മൾ അതിന് ആ രൂപത്തിൽ എന്ത് ചെയ്യുക, അതിനെ അറേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ്
10, 15, 17, 21, 22, 22, 22, 24, 25, 27, 29, 30, 30, 36, 38, 38, 41, 45, 49, 49, 50, 55, 55, 58, 60, 60, 61, 69, 70, 70. മുകളിലൊക്കെ വൈ എക്സ് വൈ എന്നിട്ട് പോയിട്ട് അതെന്താ വെച്ചാൽ ഈ 10ഉം 15ഉം 17ഉം 21ഉം 22 22 എന്താണ് വൈയിലെ വാല്യൂസാണ്. പിന്നെ ഒരു 22 വരുന്നുണ്ട് എക്സ് എന്ന വാല്യൂസാണ്. 22 എക്സ് വാല്യൂ, 24 എക്സ് വാല്യൂ, 24 എക്സ് വാല്യൂ, 27, 29, 30 വരെ എക്സ് വാല്യൂ ആണ്. ദെൻ ഒരു 30 വൈ എന്ന് വരുന്നുണ്ട്. സോ 30 കഴിഞ്ഞിട്ട് 36, 38 വൈത്തെ വാല്യൂസാണ്. ദെൻ 38 എക്സ് എന്ന് വരുന്നുണ്ട്, 41 വരുന്നുണ്ട്. ദെൻ 45 എന്ന് പറഞ്ഞാൽ വൈത്തെ വാല്യൂ ആണ്. ദെൻ 49 വീണ്ടും എക്സത്തെ വാല്യൂ വന്നു. ദെൻ ഒരു 49 വൈ വരുന്നുണ്ട്, 15 വൈ ആണ്, 55 വൈ ആണ്. പിന്നെ ഒരു 55 എന്നൊരു എക്സ് എന്ന് വരുന്നുണ്ട്, 58 60 വരെ എക്സ് എന്ന് വരുന്നുണ്ട്. ദെൻ ഒരു 60 വൈ എന്ന് വരുന്നുണ്ട്, 61 വൈ എന്നതാണ്. ദെൻ 69 70 72 എന്താണ് എക്സ് എന്നാണ്. സോ ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി. സോ വൈൻ്റെ ഒരു ഗ്രൂപ്പ്, എക്സിൻ്റെ ഒരു ഗ്രൂപ്പ്, വൈൻ്റെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ നമ്മൾ അതിനെ 1 2 3 4 5 6 7 8 9 10 ഗ്രൂപ്പാക്കി മാറ്റി. ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പാക്കി മാറ്റുന്ന ആ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, റൺ എന്ന് വിളിക്കും. RC എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ അതൊക്കെ ഓരോ ഓരോ സെപ്പറേറ്റ് സാമ്പിൾസ് എന്നാണ് വരിക. ടോട്ടൽസ് എടുത്താൽ നമ്മൾ എന്താണ് ടോട്ടൽ നമ്മുടെ എണ്ണം കിട്ടും ചെയ്യണം. വെൻ എൻ എക്സ്ട്രീം സിറ്റുവേഷൻ വെൻ ഓൾ എക്സൈസ് ആർ ഹയർ ഓർ ലോവർ ദാൻ വൈസ് RC വിൽ അസ്യൂം ദി വാല്യൂ 2 മുതൽ n വരെയുള്ള വാല്യൂസ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ റണ്ണുകൾക്കുള്ള വാല്യൂസ് വരെ. മിനിമം 2 വരും, മാക്സിമം n വരെ വരാം. ഇവിടെ മാക്സിമം 30 വരെ. അതായത് മാക്സിമം എപ്പോഴാണ് 30 എപ്പോഴും വരിക, ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഫസ്റ്റത്തത് എക്സ് എന്ന് വന്നു, പിന്നെ വൈ എന്ന് വന്നു, പിന്നെ എക്സ് എന്ന് വന്നു, പിന്നെ വൈ എന്ന് വന്നു, പിന്നെ എക്സ് എന്ന് വന്നു, പിന്നെ വൈ എന്ന് വന്നു, പിന്നെ എക്സ് എന്ന് വന്നു. അങ്ങനെ ആൾട്ടർനേറ്റീവിൽ എക്സ് എന്ന് വൈ എന്നും ആണ് അസെൻഡിങ് ഓർഡറിൽ വരുന്നത് എങ്കിൽ അതിൻ്റെ റണ്ണുകളുടെ എണ്ണം ടോട്ടൽ എണ്ണം അതായത് n ആയിരിക്കും വരിക. അതായത് n+1 n2 ആയിരിക്കും വരിക. അതല്ല ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എണ്ണം വരെ എക്സ് വന്നു, പിന്നെ അങ്ങോട്ടുള്ളൊക്കെ വൈ എന്നാണ് വരുന്നതെങ്കിൽ അതായത് ഏറ്റവും മിനിമം ഗ്രൂപ്പ് റണ്ണുകളുടെ ഗ്രൂപ്പാണ് 2 വരിക. അതായത് ഇപ്പോൾ 1 2 3 എക്സെട്ര ആയിരുന്നു, പിന്നെ 5 മുതലൊക്കെ വൈ എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു അസെൻഡിങ് ഓർഡർ ഇത്ര വരെ എക്സ് വന്നു, പിന്നെ ഇത്ര വരെ വൈ എന്ന് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് 2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക. സോ മാക്സിമം റണ്ണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ n വരും, മിനിമം റണ്ണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പാക്കി മാറ്റാൽ 2 ആയിരിക്കും. ഓക്കെ, ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് are approximately normal for n1 greater than or equal to 10 and n2 greater than or equal to 10 with the mean mu r equal to expectation of r ആണ്. that is 2 into n1 plus n into 2 into n1 n2 divided by n1 plus n2 plus 1 ആണ്. വേരിയൻസ് ആണ് സിഗ്മ r square equal to 2 into n1 n2 into 2 n1 n2 minus n1 minus n2 divided by n1 plus n2 square into n1 plus n2 minus 1 ആണ് വരിക. For n1 and n2 greater or equal to 10, the decision whether or not the two population distributions are identical is taken as usual on the basis of the statistic z equal to r minus expectation of r by sigma r ആണ് വരും. സോ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ആറും നമുക്കറിയാം 6 10 ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് ആറും സിഗ്മ ആറും കണ്ടുപിടിക്കുക. സോ മ്യൂ ആർ ഈക്വൽ അതിൻ്റെ മീൻ ഈക്വൽ ടു 2 into 15 into 15 by 15 plus 15 plus 1 ദാറ്റ്സ് ഈക്വൽ ടു 16 വരും. സിഗ്മ ആർ ആണ് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. ദാറ്റ് ഈസ് 2 into 15 into 15 n1 n2 ആണ് 15 15 into 2 into 15 into 15 minus 15 divided by 15 plus 15 square into 15 plus 15 minus 1 that's equal to solve ചെയ്താൽ we get 2.69. സോ നമുക്ക് അതിൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് ആറും കൂട്ടി സിഗ്മ ആറും കൂടി നേരെ കൊണ്ടുപോയി സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ആർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ആർ ബൈ സിഗ്മ ആർ ദാറ്റ്സ് ഈക്വൽ ടു 10 minus 16 divided by 2.69. ഇവിടെ 10 ആണ്, 6 ആണ് എന്താണ് നമ്മുടെ റണ്ണുകളുടെ എണ്ണാണ്. എക്സ്പെക്ടേഷൻ ഓഫ് ആർ ഇപ്പം കണ്ടുപിടിച്ചു, സിഗ്മ ഓഫ് ആറും കണ്ടുപിടിച്ചു. ദെൻ വി ഗെറ്റ് വാല്യൂ minus 2.23. ആൽഫ ഈക്വൽ ടു 0.05 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് വാല്യൂ നമുക്ക് അറിയാവുന്നതാണ് 1.64 ആണ്. ഇവിടെ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക, കാരണം ഇവിടെ സെഡിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട്. ആസ് ദി കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ -2.23 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1.64നേക്കാൾ ലെസ് ആണ്. സോ എച്ച് നോട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം, വിച്ച് ഈസ് അത് ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ദിസ് മീൻസ് ദാറ്റ് ദ ടു പോപ്പുലേഷൻ ഡു നോട്ട് പൊസസ് ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല പൊസസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ രണ്ടിൻ്റെയും സാമ്പിൾ സൈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 10 ആയതുകൊണ്ടാണ്. ഇനി രണ്ട് സാമ്പിൾ സൈസും n1 n2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർ ഗിവൺ ഇൻ ടേബിൾ വിച്ച് മേ യൂസ്
ഡിസൈഡിങ് വെദർ H0 is accept or reject ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ആ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അസ്യൂമിങ് N1 equal to 8 and N2 equal to 10 and the number of R runs an ordering of N and the number of R is an ordering of N into N1 plus N2 equal to 18. Values of R equal to 10. The table value of R against N1 equal to N2 equal to 10 under the column heading R equal to 10 is 0.621 which covers 62.1% of the area under the sampling distribution. Since 0.621 lies between alpha 0.01 and 1, we accept H0 that the two populations have identical distribution at alpha equal to 0.05 level of significance. Okay, for R equal to 4 the table value R 0.0033 ആണ്. against N1 8 N2 10 ആയിട്ട് വരുന്നു. Does not fall within the alpha 0.05 into 1 ഇടയ്ക്കല്ലേ. So here we conclude the null hypothesis identical population distribution rejected at alpha equal to 0.05 level of significance എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നമ്മുടെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് മീഡിയൻ ടെസ്റ്റ്. ഓക്കെ, മീൻ ടെസ്റ്റ്. If the samples are not the same, samples same അല്ല, the sign test discussed about cannot be applied. അപ്പോൾ sign test നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. Here we using the median test. This is to test whether the two independent samples are drawn from different population with the same median. Different population ആയിരിക്കണം നമ്മൾ സാമ്പിൾസ് എടുക്കേണ്ടത്, പക്ഷേ രണ്ടിൻ്റെയും മീഡിയൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, H0, the two independent samples are from different population having the same median. The procedure of median test as follows. First one, pool the observation of two samples. രണ്ട് ഒബ്സർവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, പൂൾ ചെയ്യാം. വിച്ച് മീൻസ് രണ്ട് ഒരുമിച്ച് ചെയ്താൽ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ മാറ്റി ചെയ്താൽ എന്നിട്ട് അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുക. കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ടേബിൾ വേർ n denotes the size of the pooled observation and mu is the median of the pooled observation ആയിട്ട് എടുക്കുക. സോ നമുക്ക് രണ്ട് സാമ്പിൾസ് ഉണ്ട്, സാമ്പിൾ 1 സാമ്പിൾ 2. എബോവ് മീഡിയൻ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുക. ആദ്യം അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറിലേക്കോ മാറ്റിയിട്ട് അതിന് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുക. മീഡിയൻ്റെ എബോവ് വരുന്ന ഒബ്സർവേഷൻസ് പി ആണെന്ന് വിചാരിക്കുക. സാമ്പിൾ 1 ബിലോ വരുന്നത് R ആണ്. സാമ്പിൾ 2 എബോവ് മീഡിയൻ വരുന്നത് Q ആണ്. സാമ്പിൾ 2 ബിലോ വരുന്നത് S ആണ്. സോ അബോവ് മീഡിയൻ ടോട്ടൽ P പ്ലസ് Q വരും, ബിലോ മീഡിയൻ ടോട്ടൽ R പ്ലസ് S വരും. സാമ്പിൾ 1 P പ്ലസ് R വരും, സാമ്പിൾ 2 പറഞ്ഞാൽ Q പ്ലസ് S ആണ്. വേർ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഇതുണ്ട്, അപ്പോൾ N1 പ്ലസ് N2. ആക്ച്വലി ഇത് 2/2 കണ്ടിജൻസി ടേബിൾ രൂപത്തിലാണ് വരുന്നത്. ഇഫ് ദ പൂൾഡ് സാമ്പിൾ സൈസ് ഈസ് സ്മോൾ, പൂൾഡ് സാമ്പിൾ സൈസ് സ്മോൾ ആണ് എങ്കിൽ നമ്മൾ 5th സ്റ്റെപ്പ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ 6th പോകണം, അതായത് ലാർജ് സാമ്പിൾ സൈസ് ആണെങ്കിൽ. സോ നമ്മൾ സപ്പോസ് ആദ്യം എടുക്കുക എന്താണ്, പൂൾഡ് സാമ്പിൾ സൈസ്, അതായത് n സ്മോൾ ആണെന്ന് വിചാരിക്കുക. ദെൻ കാൽക്കുലേറ്റഡ് ദി കണ്ടീഷണൽ പ്രോബിലിറ്റി P ഗിവൺ P പ്ലസ് Q ആസ് ഇക്വേഷൻ അതാണ് എഫ് ഓഫ് P ഗിവൺ P പ്ലസ് Q ഈക്വൽ ടു N1 CP. അത് കോമ്പിനേഷനാണ് കേട്ടോ, അല്ല ഇങ്ങനെ ബ്രാക്കറ്റ് ആണ് N1 CP ഇൻറ്റു N2 CP ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 CP പ്ലസ് Q. And compare this calculated probability with the given significance level. If the calculated frequency എന്താണ് more than the given significance level ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുക, സിഗ്നിഫിക്കൻസ് ലെവലായിട്ട് നമ്മുടെ ഈ കാൽക്കുലേറ്റഡ് വാല്യൂ കമ്പയർ ചെയ്യണം. അതെന്താണ്, മോർ ദാൻ നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവലാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ അത് എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ സപ്പോസ് നമ്മുടെ സാമ്പിൾ സൈസ് n ലാർജ് ആണ് എങ്കിൽ, ഇഫ് ദ പൂൾഡ് സാമ്പിൾ സൈസ് ഈസ് നോട്ട് സ്മാൾ വി യൂസ് കൈസ്കോർ ടെസ്റ്റ്. കൈസ്കോർ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2/2 കണ്ടിജൻസി ടേബിൾ നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് അവിടെ ABCD എടുത്തതുപോലെ ഇവിടെ PQRS വന്നു എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. സോ കൈസ്കോർ ഈക്വൽ ടു n ഇൻറ്റു മോഡ് PS മൈനസ് QR മൈനസ് n/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ P പ്ലസ് Q ഇൻറ്റു R പ്ലസ് S ഇൻറ്റു P പ്ലസ് R ഇൻറ്റു Q പ്ലസ് S. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എന്ത് ചെയ്യുക, ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, കാരണം 2/2 കണ്ടിജൻസി ടേബിൾ ആയതുകൊണ്ട് n-1 n2 -1 ആയിരുന്നു. ദാറ്റ് ഇവിടെ 2 - 1 2 - 1 എന്നാൽ 1 അത് 1 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ 0.05 അത്ര എടുക്കാം. അതായിട്ട് കമ്പയർ ചെയ്യുക. കാൽക്കുലേറ്റഡ് വാല്യൂ എക്സീഡ്സ് ദി ടേബിൾ വാല്യൂ, ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ അത് റിജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി സംഭവം ക്ലിയർ ആവും. The incremental monthly sales revenue in lakhs of rupees നമുക്ക് തന്നിട്ടുണ്ട്. In randomly selected region against two different pure selling strategies, namely increased warranty period WP and increased price discount PD is given below. Test whether the two samples are from population with the same median ആണ്
തന്നിട്ട് അതിന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം രണ്ട് പോപ്പുലേഷൻസും. ആൽഫ 0.05 നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ സെയിൽസ് ഡാറ്റയും ഇൻക്രീസ്ഡ് WP നമുക്ക് തന്നിട്ടുണ്ട്. സോ സെയിൽസ് ഡാറ്റ 1 2 3 4 5 6 7 ആണ്. ഇൻക്രീസ്ഡ് WP എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഇൻക്രീസ്ഡ് വാറൻറ്റി പീരീഡ്. അത് 20 25 41 35 60 40 28 ആണ്. അതുപോലെ ഇൻക്രീസ്ഡ് PD തന്നിട്ടുണ്ട്. അതായത് ഇൻക്രീസ്ഡ് പ്രൈസ്ഡ് ഡിസ്കൗണ്ട് ഈക്വൽ 23 27 30 42 56 8. ഇവിടെ ഇൻക്രീസ്ഡ് WP എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 ഡാറ്റാസിന് മറ്റേ ഇൻക്രീസ്ഡ് പ്രൈസ് ഡിസ്കൗണ്ട് 6 ആണ് വരുന്നത്. സോ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. രണ്ടും സെയിം സാമ്പിൾ സൈസ് അല്ല എന്നുള്ള കാര്യം. ഓക്കെ, ഇയർ വൈ നമ്മൾ ഇവിടെ എടുക്കുന്ന സ്മോൾ സാമ്പിൾസ് ആണ് ഇവിടെ വരുന്നത്. കാരണം രണ്ടും കൂടി കൂട്ടിയാൽ എത്ര 7ഉം 6ഉം കൂട്ടിയാൽ ആകെ 13 വരുന്നുള്ളൂ. സോ സ്മോൾ സാമ്പിളാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ് യൂസ് ചെയ്യേണ്ടത്. സോ H0 എന്ന് പറഞ്ഞാൽ 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആർ ഫ്രം പോപ്പുലേഷൻ ഹാവിങ് ദി സെയിം മീഡിയൻ നമ്മൾ എടുക്കാതെ അഗൈൻസ്റ്റ് ഡിഫറെൻറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് സെയിം മീഡിയൻ അതിൻ്റെ സാമ്പിൾസ് ആർ നോട്ട് ഫ്രം പോപ്പുലേഷൻ ഹാവിങ് ദി സെയിം മീഡിയനുള്ള പോപ്പുലേഷൻ അല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അതിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, ഹൈപ്പോത്തസിസ് ചൂസ് ചെയ്യുന്നത്. സോ N1 = 7 ആയിട്ടും N2 = 6 ആയിട്ടും നമ്മൾ എടുക്കുക. N1 എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്പർ ഓഫ് ഇൻക്രീസ്ഡ് വാറൻറ്റി പീരീഡ് ആയിട്ടാണ്, ഇൻക്രീസ്ഡ് WPൻ്റെ നമ്പറാണ് N1. മറ്റേത് ഇൻക്രീസ്ഡ് PDയുടേതാണ് N2 എടുത്തിട്ടുള്ളത്. ടോട്ടൽ N1 + N2 30 വന്നു. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇൻക്രീസിങ് ഓർഡറിലേക്ക് അസെൻഡിങ് ഓർഡറിലേക്ക് അതിനെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഏറ്റവും മിനിമം വാല്യൂ 20 ആണ്. ദെൻ 23 25 27 28 30 35 40 41 42 48 56 60 ടോട്ടൽ 13 ആണല്ലേ. സോ അതിൻ്റെ 7th 1 ഏതാണോ അതായിരിക്കും അതിൻ്റെ എന്ത് വരെ, അതിൻ്റെ മീഡിയൻ വരെ. സോ 1 2 3 4 5 6 7 ഈ 35 ആണ് അതിൻ്റെ എന്ത് പറഞ്ഞാൽ മീഡിയൻ വരെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സാമ്പിൾ 1ൽ എബോവ് മീഡിയൻ എത്ര നോക്കുക, ബിലോ മീഡിയൻ എത്ര നോക്കുക, സാമ്പിൾ 2ൽ എബോവ് മീഡിയൻ എത്ര നോക്കുക, ബിലോ മീഡിയൻ എത്ര നോക്കുക, നമ്മൾ കണ്ടിന്യൂസ് ടേബിളിലേക്ക് മാറ്റുക. സോ എബോവ് മീഡിയൻ സാമ്പിൾ 1 3 ആണ്, ബിലോ മീഡിയൻ 4 ആണ്. എബോവ് മീഡിയൻ സാമ്പിൾ 2 3 ആണ്, ബിലോ മീഡിയൻ സാമ്പിൾ 3 ആണ്. സോ ടോട്ടൽ സാമ്പിൾ 1 സാമ്പിൾ 2ന് എബോവ് മീഡിയൻ വരുന്നത് 6 ആണ്, ബിലോ മീഡിയൻ വരുന്നത് 7 ആണ്. സോ ടോട്ടൽ സാമ്പിൾ 1 ആണ് 7 വരും, സാമ്പിൾ 2 ആണ് 6 വരും. സോ എബോവ് മീഡിയൻ 35ൻ്റെ മുകളിൽ വരുന്ന വാല്യൂസ്, 35ൻ്റെ താഴെ വരുന്ന വാല്യൂസ് അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ 13 ആണ് നമ്മുടെ N വരുന്നത്. നൗ കാൽക്കുലേറ്റ് ദി കണ്ടീഷണൽ പ്രോബിലിറ്റി ഗിവൺ ബൈ, നമുക്കറിയാം എഫ് ഓഫ് പി ഗിവൺ പി പ്ലസ് ക്യൂ നേരത്തെ ഇക്വേഷൻ പറഞ്ഞതാണ്. N1 CP N2 CP ഡിവൈഡഡ് ബൈ N1 + N2 CP + Q ആണ്. സോ N1 N2 നമുക്കറിയാവുന്നതാണ്, P + Q നമുക്കറിയാവുന്നതാണ്. സോ 7 C3 6 C3 divided by 13 C3. So calculate we get 0.408. The calculated value higher than the significance level alpha 0.05 ആണ്. അതിനേക്കാളും വലുതാണ് ഇത് 0.48. സോ നമ്മൾ എന്ത് ചെയ്യണം, ഹിയർ ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യണം, അവിടെ ആക്സെപ്റ്റ് ചെയ്യണം. വിച്ച് മീൻസ് എന്താണ്, സാമ്പിൾസ് ആർ ഫ്രം ദി പോപ്പുലേഷൻ ഹാവ് ദി സെയിം മീഡിയം നമുക്ക് പറയാൻ പറ്റും. Next question, in a manufacturing company, the incrementally weekly production of goods 2 categories of items by using 2 different methods is given. 2 different methods 2 categories in the production level നമുക്ക് തന്നിട്ടുണ്ട്. Test whether the 2 samples are from the population with the same median at 5% of level of sickness. രണ്ടും പോപ്പുലേഷനും സെയിം മീഡിയം വരുന്ന രണ്ട് പോപ്പുലേഷനാണോ എടുത്തിട്ടുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ വീക്ക് 1 2 3 എക്സെട്ര ടു 60 വരെ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസും വൈയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് = 20 25 41 എക്സെട്ര 91 68 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ 23 27 37 എക്സെട്ര 73 88 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഇത് ലാർജ് സാമ്പിളാണ്. കാരണം നമ്മുടെ ഏകദേശം എക്സ് 16 വരുന്നുണ്ട്, വൈ എത്ര 15 വരുന്നുണ്ട്. സോ ടോട്ടൽ 30 ആണ്, എബോവ് അതായത് 30 വരുന്നുണ്ട്. അപ്പം ഇത് ലാർജ് സാമ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കൈസ്കോ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് കേസ് ഓഫ് ലാർജ് സാമ്പിൾ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് H0 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആർ ഫ്രം പോപ്പുലേഷൻ ഹാവിങ് ദി സെയിം മീഡിയം. 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസും സെയിം മീഡിയം വരുന്ന പോപ്പുലേഷൻ എന്നാണ് ഡ്രോൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ എടുക്കുക അതിന് അഗൈൻസ്റ്റ് ആയിട്ട് അതിന് എല്ലാം എടുക്കുക. ഓക്കെ, അതാണ് H1 = 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആർ നോട്ട് ഫ്രം ദി പോപ്പുലേഷൻ ഹാവിങ് ദി സെയിം മീഡിയം നമ്മൾ ചൂസ് ചെയ്യുക. N1 ആയിട്ട് എക്സിൻ്റെ എണ്ണം N1 = 16, N2 വൈയുടെ എണ്ണമാണ്, ദാറ്റ് ഈസ് 15 വരും. സോ N1 + N2 ടോട്ടൽ 31 വരും.
ഇത് പൂൾഡ് ഒബ്സർവേഷൻ രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്താൽ അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുക. സോ ടോട്ടൽ 31 എന്നുള്ളതുകൊണ്ട് 16th 1 ആയിരിക്കും എന്ത് ചെയ്യുക അതിൻ്റെ മീഡിയൻ വരിക. സോ നമ്മൾ എന്ത് ചെയ്യുക അസെൻഡിങ് ഓർഡറിലേക്കാണ് മാറ്റിയത്. 20, 23, 24, 25, 27, 28, 29, 30, 35, 36, 37, 40 എക്സെട്ര 88, 91, 93. സോ ഇതിൽ 16th 1 എത്രാമത്തെ നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. സോ 16th 1 ആണ് അതിൻ്റെ മീഡിയൻ വരിക. സോ ബൈ ഇൻസ്പെക്ഷൻ മീഡിയൻ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 49 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ 2/2 കണ്ടിന്യൂസി ടേബിൾ ചെയ്ത് സാമ്പിൾ 1ൽ എബോവ് മീഡിയൻ എത്ര ഉണ്ട്, ബിലോ മീഡിയൻ എത്ര ഉണ്ട്, സാമ്പിൾ 2ൽ എബോവ് മീഡിയൻ എത്ര ഉണ്ട്, ബിലോ മീഡിയൻ എത്ര ഉണ്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എബോവ് മീഡിയൻ സാമ്പിൾ 1 P = 7 ആണ്, ബിലോ മീഡിയൻ സാമ്പിൾ 1 R = 9. എബോവ് മീഡിയൻ സാമ്പിൾ 2 8 ആണ്, സാമ്പിൾ 2ൻ്റെ ബിലോ മീഡിയൻ 7 ആണ്. സോ ടോട്ടൽ എബോവ് മീഡിയൻ 15 വരും, ബിലോ മീഡിയൻ 16 വരും. സാമ്പിൾ 1ൻ്റെ എണ്ണം 16 ആണ്, സാമ്പിൾ 2ൻ്റെ എണ്ണം 15 ആണ്. സോ ടോട്ടൽ നമ്പറാണ് n = 31 ആണ്. സോ n1 + n2 ലാർജ് ആയതുകൊണ്ട് നമ്മൾ chi-square ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് chi-square ടെസ്റ്റ്, chi-square = capital N into mod PS minus QR minus n/2 whole square divided by P plus Q into R plus S into P plus R into Q plus S. ഇതാണ് P plus Q, ഇതാണ് R plus S, ഇത് P plus R, ഇത് Q plus S, ഇതാണ് ക്യാപിറ്റൽ N ആണ്. P into S ആണ്, ഇതേ ഇൻറ്റു ഇത്, Q into R ആണ്, ഇതേ ഇൻറ്റു R. നേരെ കൊണ്ട് എന്താ ടാബ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് 31 into 7 into 7 minus 8 into 9 minus 31/2 whole square divided by 15 into 16 into 16 into 15 വരും. That's equal to 31 into 23 minus 15.5 whole square divided by 57600. That's equal to 0.0303 വരും. 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 വരുന്ന ടേബിൾ വാല്യൂ 3.841 ആണ്. അതിനേക്കാളും ചെറുതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. സിൻസ് ദി കാൽക്കുലേറ്റഡ് വാല്യൂസ് ഇൻ ദി എക്സെപ്ഷൻ റീജിയൻ, ദാറ്റ് ഈസ് ഇൻക്രിമെൻറ്റ് വീക്ക്ലി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ 2 മെത്തേഡ്സ് ആർ വിത്ത് ദി സെയിം മീഡിയം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് വിൽകോക്സൺ മാൻ യൂട്ടിലിറ്റി U ടെസ്റ്റ്. Let the 2 random samples from 2 population be x1, x2, etc. xn come from the 2 identical population നമ്മൾ ചൂസ് ചെയ്തു. It is a good substitute for T test when the condition imposed on parent population are not met. This test is based on the criterion of the magnitude of y's in relation to xr or vice versa. x ഉം yയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. Under the Mann-Whitney utility procedure, combine the data in 2 samples and arrange them in ascending order. Keep the racks on the behold on which sample. And the random number in the ascending order like combine ചെയ്ത. The test statistic U can be obtained by considering the sample of the ranks S2 of y's, the case when y precedes x in the order combined sequence. The formula for U is x y precedes x ആണെങ്കിൽ U equal to n1 into n2 plus n2 into n2 plus 1/2 minus s2 ആണ് വരിക. Similarly, ranks of x's are counted. The case when x precedes y ആണെങ്കിൽ അവിടുത്തെ യുവിൻ്റെ വാല്യൂ നമ്മൾ u dash ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് is n1 into n2 plus n1 into n2 plus n1 into n2 plus n1 into n2 plus 1/2 minus s1, where S1 is the sum of the ranks of x's in the combined sequence ആയിട്ട് S1. ഇവിടെ S2 എന്ന് പറഞ്ഞാൽ വൈകളുടെ സമ്മാണെന്ത് S2 എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് രണ്ടാണെങ്കിലും യുവും യു ഡാഷ് നമ്മൾ റിലേഷൻ, ദാറ്റ് ഈസ് യു ഡാഷ് ഇസ് ഈക്വൽ ടു n1 into n2 മൈനസ് യു ആണ്. അപ്പോൾ യു ഡാഷ് കിട്ടിയാൽ നമുക്ക് യു കണ്ടുപിടിക്കാൻ പറ്റും, യു കിട്ടിയാൽ യു ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കി നമുക്ക് കറക്റ്റായിട്ട് സംഭവം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി മീൻ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ n1 n2/2 ആണ്. വേരിയൻസ് ഓഫ് യു എന്ന് പറഞ്ഞാൽ n1 n2 into n1 plus n2 plus 1/12 ആണ്. സോ അവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് z equal to u of u minus expectation of u by root of variance of u ആണ്. ദാറ്റ് ഈസ് u minus n1 into n2/2 divided by root of n1 n2 into n1 plus n2 plus 1/12 ആണ് വരിക. അപ്പോൾ n1 n2 നമ്പർ ഓഫ് n1 n2 നമുക്ക് കിട്ടിയാൽ തന്നെ മതി എന്ത് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ. പിന്നെ കാൽക്കുലേറ്റഡ് വാല്യൂ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ, ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മുടെ എന്താണ് ടേബിൾ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇഫ് ദി കാൽക്കുലേറ്റഡ് വാല്യൂ എക്സീഡ്സ് ദി ടേബിൾ വാല്യൂ നമ്മൾ എച്ചിനോട്ട് റിജക്റ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂനേക്കാളും വലുതാണ് നമ്മൾ അത് റിജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
given the score of two groups of persons, the one under the placebo and the other under the drugs are as follow. ഈ പ്ലേസ്ബോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മീനിങ് നമ്മളിപ്പോൾ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് മരുന്നിന് പകരം നമ്മൾ റിലീഫിന് വേണ്ടിയിട്ട് പല സാധനങ്ങളും ചെയ്ത് കൊടുക്കാറില്ല. മരുന്നാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൊടുക്കും, ഇത് കഴിച്ചാൽ മതി ക്യൂർ ആകുക അല്ലെങ്കിൽ ഇന്ന അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് പ്ലേസ്ബോ എന്ന് പറഞ്ഞാൽ. പിന്നെ അണ്ടർ ദി ഡ്രഗ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവിടെ ഇത് വന്നിട്ടുണ്ട്. സ്കോർ അണ്ടർ ദി പ്ലേസ്ബോ എക്സ് ആയിട്ട് നമ്മൾ എടുത്തു, മറ്റേത് വൈ ആയിട്ട് എടുത്തു. എക്സിൻ്റെ വാല്യൂസ് 10, 13, 12, 15, 16, 8, 6 ആയിട്ട് എടുത്തു. മറ്റേത് 20, 14 എക്സെട്ര 25, 4 ആൻഡ് നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് 7 വരെയുണ്ട്, വൈയുടെ വാല്യൂസ് 9 ആണ്. സോ 7 + 9 എന്ന് പറഞ്ഞാൽ 16 വരും. സോ സ്മോൾ സാമ്പിൾ ആണ്. സോ S2ൻ്റെ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ടെസ്റ്റ് വെദർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കോർ അണ്ടർ ദി പ്ലേസ്ബോ ആൻഡ് അണ്ടർ ദി ഡ്രഗ്സ് ആർ ഐഡൻറ്റിക്കൽ ആണോ അല്ല നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ രണ്ടുകൂടിയും കമ്പൈൻ ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റാങ്ക് നമുക്ക് കൊടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു, അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റി 6, 7, 8, 9, 10, 12, 13, 14, 15, 16, 17, 18, 19, 20, 24, 25. ഇത് 6 വരുന്നത് എക്സ് എന്നാണ്, 7 വരുന്നത് വൈ എന്നാണ്, 8 വരുന്നത് എക്സ്. അത് മനസ്സിലാക്കാൻ വേണ്ടി താഴെ എക്സ് വൈ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത് ഏത് സാമ്പിളിൽ നിന്നാണ് വന്നിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 24 പറഞ്ഞാൽ വൈ എന്നാണ്, 25 പറഞ്ഞാൽ വൈ എന്നാണ്. ഇനി റാങ്ക് കൊടുക്കുക. ഏറ്റവും ചെറുതിന് 1 കൊടുത്തു, 2, 3, 4, 5, 6, 7, 8 റിപ്പീറ്റഡ് ഒരു സാധനം വരാത്തതുകൊണ്ട് നമുക്ക് അപ് ടു 16 വരെ റാങ്ക് കൊടുക്കാൻ പറ്റും. N1 = 7 ആണ്, N2 = 9 ആണ്. ദ സം ഓഫ് റാങ്ക്സ് ഓഫ് വൈ S2 എല്ലാ റാങ്കുകളും സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സം ഓഫ് റാങ്ക്സ് ഓഫ് വൈയുടെ റാങ്കുകൾ മാത്രം സം ചെയ്യുക. ദാറ്റ് ഈസ് 2 + 4 + 8 + 17 + 18 + 19 + 20 + 24 + 25 ദാറ്റ്സ് = 95 വരും. സോ അതാണ് S2 എന്ന് പറഞ്ഞാൽ വൈകളുടെ റാങ്കിൻ്റെ സമ്മാണ് S2. ദാറ്റ് ഈസ് U = N1 × N2 + N2 × N1 + N2 + 1/2 - S2 ആണ്. N1 എന്ന് പറഞ്ഞാൽ 7 ആണ്, N2 പറഞ്ഞാൽ 9 ആണ്, S2 = 95. നേരെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. സോ വി ഗെറ്റ് ദി ആൻസർ 13. Okay, the tabulated value of U for N1 = 7 and N2 = 9 is alpha and 0.05 corresponding value ആണ് 12 ആണ് ഫ്രം ദി ടേബിൾ. നമ്മൾക്കൂടെ കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ്, 13 ആണ്. സോ 13 12നേക്കാളും ഗ്രേറ്റർ ആണ്. സോ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ. കാൽക്കുലേറ്റഡ് വാല്യൂ ഇവിടെ 13 അല്ല കിട്ടിയത്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ 13 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റഡ് വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ 13 ആണ്, നമ്മുടെ ടേബിൾ വാല്യൂ 12 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂനേക്കാളും ഗ്രേറ്റർ ആണ് കാൽക്കുലേറ്റഡ് വാല്യൂ. സോ അത് ക്രിട്ടിക്കൽ റീജിയൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണത്, റിജക്റ്റ് ചെയ്യണം. ദെർഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കോർസ് അണ്ടർ ദി ഡ്രഗ്സ് ആൻഡ് പ്ലേസ്ബോ ആർ നോട്ട് ഐഡൻറ്റിക്കൽ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എ സാമ്പിൾ ഓഫ് 10 യങ് പേഴ്സൺസ് ഏജ് 21 to 25 ഉണ്ട് ആൻഡ് 10 ഓൾഡ് പേഴ്സൺസും ഉണ്ട് ഏജ് 55 to 60. നമ്മൾ ഓൾഡ് പേഴ്സൺസ് ആയിട്ട് ചൂസ് ചെയ്തു. വാസ് റാൻഡംലി സെലക്റ്റഡ് ദർ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്. ദ ടാബുലേറ്റഡ് വാല്യൂ ഓഫ് U for N ഹാബിറ്റ്സ് നമ്മൾ എടുത്തു, ആർ മോണിറ്റേർഡ്. ദ ഫോളോവിങ് ടേബിൾ ഷോസ് ദി നമ്പർ ഓഫ് മിനിറ്റ്സ് ദേഴ്സ് 20 persons were awake in bed before going to sleep. നമ്മൾ എടുത്തു. യങ് മാൻ്റേത് 15, 35, 68, 15 എക്സെട്ര കൊടുത്തു. ഓൾഡ് മാൻ്റെ 110, 162, 157 എക്സെട്ര കൊടുത്തു. ടെസ്റ്റ് വെദർ ദർ ഈസ് എനി ഡിഫറൻസ് ഇൻ ടൈംസ് ഇൻ മിനിറ്റ്സ് ബിറ്റ്വീൻ യങ് ആൻഡ് ദി ഓൾഡ് പീപ്പിൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി വാണ്ട് ടു സ്ലീപ്പ് ആഫ്റ്റർ ലൈങ് ഇൻ ദി ബെഡാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ആൽഫ 0.05 ആണ്. അവിടെ ഹൈപ്പോത്തസിസ് ആയിട്ട് H0 = ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ടൈം ടു ഗെറ്റ് ടു സ്ലീപ്പ് ബിറ്റ്വീൻ യങ് മെൻ ആൻഡ് ഓൾഡ് മെൻ നമ്മൾ ചൂസ് ചെയ്തു. അതിന് അഗനിസ്റ്റ് ആയിട്ട് നമ്മൾ H0 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ H1 ആയിട്ട് ചൂസ് ചെയ്യാം. നമ്മളിതിന് അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റി അതിന് റാങ്ക് കൊടുക്കണം ആദ്യം. സോ ഏറ്റവും മിനിമം വാല്യൂ 10, 15, 22, 26, 13 എക്സെട്ര വാല്യൂസ് നമ്മൾ അസെൻഡിങ് ഓർഡറിലേക്ക് അതിന് മാറ്റി. ഏറ്റവും ലാസ്റ്റ് 157, 162. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ പോലെ 10 വരുന്നത് എക്സ് എന്നാണ്, 15 വരുന്നത് എക്സ് എന്നാണ്, 22 വരുന്നത് എക്സ് എന്നാണ്, എക്സെട്ര 15 വരുന്നത് വൈ എന്നാണ്. ദെൻ 68 വീണ്ടും എക്സ് എന്ന് വന്നു, 17 വൈ എന്നാണ്, 18 വൈ എന്നാണ്, എക്സെട്ര 157 വൈ എന്നാണ്, 62 വൈ എന്നാണ്, 162. നേരത്തെ അതേപോലെ എന്ത് ചെയ്യുക, റാങ്ക് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റിപ്പീറ്റഡ് വരുന്നുണ്ട്, 50-50 സെയിം സാധനം വരുന്നുണ്ട്. സോ അതിന് സെയിം റാങ്ക് കൊടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് 9ാമത്തെയും 10ാമത്തെയും റാങ്ക് കൊടുക്കേണ്ട സാധനങ്ങളാണ്. സോ അതിൻ്റെ ആവറേജ് നമ്മൾ എടുത്തിട്ട് അവിടെ 9.5 കൊടുത്ത് രണ്ടിനും. ദാറ്റ് ഈസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കൊടുക്കേണ്ട കൊടുത്ത് 9.5 അതിൻ്റെ ആവറേജ് കൊടുക്കാം. ദെൻ 10 കൊടുക്കാൻ 10, 11,
12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ. സോ റാങ്ക് ഓഫ് S1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സുകളുടെ റാങ്കുകളുടെ സം, ദാറ്റ്സ് ഈക്വൽ 56.5ഉം S2 എന്ന് പറഞ്ഞാൽ S2 എന്ന് പറഞ്ഞാൽ വൈകളുടെ റാങ്കുകളുടെ സമ്മാണ് 153.5 വരും. സോ N1 ഈക്വൽ ടു 10 ആണ്, N2 ഈക്വൽ ടു 10 ആണ്. Then U dash ഈക്വൽ ടു എന്താണ്, N1 N2 പ്ലസ് N1 ഇൻറ്റു N1 പ്ലസ് 1/2 മൈനസ് S1 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 100 പ്ലസ് 10 ഇൻറ്റു 9/2 മൈനസ് 56.5, ദാറ്റ്സ് ഈക്വൽ ടു 98.5 കിട്ടി. സോ U ഈക്വൽ ടു N1 ഇൻറ്റു N2 പ്ലസ് N2 ഇൻറ്റു N2 പ്ലസ് 1/2 മൈനസ് S2 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 100 പ്ലസ് 10 into 9/2 that minus 153.5, that's equal to 1.5. Here we take the lower value 1.5 as U. ഈ യുയിലും യു ഡാഷിലെ ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ യു ആയിട്ട് ചൂസ് ചെയ്തു. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് യു ഈക്വൽ ടു N1 N2/2 ആണ്, ദാറ്റ് ഈസ് 100/2, ദാറ്റ്സ് ഈക്വൽ 15 ആണ്. വേരിയൻസ് ഓഫ് യു ഈക്വൽ ടു N1 N2 ഇൻറ്റു N1 പ്ലസ് N2 പ്ലസ് 1/12 ആണ്, ദാറ്റ്സ് ഈക്വൽ 100 ഇൻറ്റു 21/12, ദാറ്റ്സ് ഈക്വൽ 175. സോ വേരിയൻസ് അതാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 13.23 വരും, അതിൻ്റെ സ്ക്വയർ റൂട്ട്. Therefore, the test statistic Z equal to U minus expectation of U divided by root of variance of U, that's equal to 1.5 minus 15 divided by 13.23, that's equal to നമുക്ക് കിട്ടും വാല്യൂ മൈനസ് 3.67. സോ നമ്മൾ ടേബിൾ വാല്യൂ അറ്റ് 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആ ടേബിൾ വാല്യൂ ഈക്വൽ ടു 1.96 ആണ്. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ്, മൈനസ് 3.67 ആണ്. സോ ദ കാൽക്കുലേറ്റഡ് വാല്യൂ എക്സീഡ് ദി ടേബിൾ വാല്യൂ. സോ എച്ച് നോട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് വരുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റാണ് കെ സാമ്പിൾ ടെസ്റ്റ്. ദ ക്രിസ്കൽ വാലിസ് ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ. ദ ടെസ്റ്റ് ഡിസ്കസ്ഡ് ഏർലിയർ ആർ റെക്കമെൻഡഡ് വിത്ത് 1 or 2 samples. These are several situations where we will use have the handle more than 2 samples വരെ നമുക്ക് എടുക്കണം. അങ്ങനത്തെ ടെസ്റ്റാണ് ഇത് ക്രിസ്കൽ വാലിസ് ടെസ്റ്റ് പറഞ്ഞാൽ. In this test, all the elements of different samples are pulled together and they are ranked with the lowest score receiving a rank 1. നേരത്തെ അതേ പ്രൊസീജിയർ തന്നെയാണ് എന്ത് ചെയ്യുക, എല്ലാം കൂടി പൂൾ ചെയ്യുക, എന്നിട്ട് ഏറ്റവും ചെറുതിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക, ദെൻ സെക്കൻഡ് റാങ്ക് കൊടുത്താൽ ടൈ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുക, ആ സെയിം പ്രൊസീജിയർ. If all samples belong to the same population, then the sum of the ranks of the elements of each sample would be equal. Let n be the sum of all the ranks of the elements of the ith sample. The Kruskal Wallis test using the chi-square test, the test of the null hypothesis. The test statistic is given by h is equal to 12 by n into n plus 1 into summation I equal to 1 to k ri square by ni minus 3 into n plus 1 ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ n എന്ന ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് കെ സാമ്പിൾസ് ആണ്. എച്ച് ഫോളോസ് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് k-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അത് നമ്മൾ നമ്മുടെ ടേബിൾ വാല്യൂറ്റ് കമ്പയർ ചെയ്യുക. ടേബിൾ വാല്യൂറ്റിനേക്കാളും ലെസ് ദാൻ ആണ് നമ്മുടെ എച്ച് വാല്യൂ എങ്കിൽ ആക്സെപ്റ്റ് ദാറ്റ് നൾ ഹൈപ്പോസിസ്, അതർവൈസ് അത് റിജക്റ്റ് ചെയ്യണം. ഓക്കെ. ഒരു എക്സാമ്പിൾ നോക്കാം. In an agricultural field of experiment, 3 different fertilizers were used on sampling plots on yields were recorded. 3 എക്സ്പെരിമെൻറ്റ്സ് ഒരു ഫീൽഡിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ് നമ്മളൊരു സാമ്പിൾസ് നമ്മൾ കൊടുത്തു, സാമ്പിൾ പ്ലോട്ട്സിൽ അവിടുന്ന് ഈൽഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. On the basis of the test data, test the hypothesis that there is no significant difference in yield ഫ്രം 3 ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഈൽഡ് തന്നിട്ടുണ്ട്, അപ്പോൾ 3 ഫെർട്ടിലൈസേഴ്സാണ് എ ബി സി. സോ എയുടെ ഈൽഡ് ഫെർട്ടിലൈസേഴ്സ് യൂസപ്പ് ചെയ്തിട്ടുള്ള ഈൽഡ് എന്ന് പറഞ്ഞാൽ 2.48, 3.25, 3.94 എക്സെട്ര. ബി എടുക്കുമ്പോൾ 2.84, 3.1, 3.5, 2.27 എക്സെട്ര. സി ആകുമ്പോൾ 3.4, 3.17 എക്സെട്ര. In order to use this Kruskal Wallis test, നമ്മൾ എന്താണ് ആദ്യം അതിനെ ഒരു ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യണം. ഓക്കെ. എന്നിട്ട് റാങ്ക് കൊടുക്കണം. സോ ഈൽഡ് 2.27 ആണ് ഏറ്റവും മിനി വരിക, 2.27, 2.46, 2.48, 2.69, 2.27 വരുന്നത് നമ്മളുടെ ബി ഫെർട്ടിലൈസറാണ്, 2.24 വരുന്നത് സി ഫെർട്ടിലൈസറാണ്, 2.48 വരുന്നത് എ ഫെർട്ടിലൈസറാണ്. നേരത്തെ അതേ പ്രൊസീജിയർ അതിനകത്ത് അസെൻഡിങ് ഓർഡറിലേക്ക് നമ്മൾ മാറ്റിയത്. ഏത് ഫെർട്ടിലൈസേഴ്സാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബി സി എ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. റാങ്ക് കൊടുക്കുക 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എവിടെ റാങ്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അപ് ടു 24 നമുക്ക് കറക്റ്റ് റാങ്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഫ്രം ദി എബവ് റാങ്കിങ് R1 ഈക്വൽ ടു 133, R2 ഈക്വൽ ടു 87, R3 ഈക്വൽ ടു 88 വരും. R1 ആണ് എന്താണ് നമ്മളുടെ ഫെർട്ടിലൈസർ എന് കറസ്പോണ്ടിങ് ആയിട്ട് റാങ്കുകളുടെ സമ്മാണ് R1. ഫെർട്ടിലൈസർ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റാങ്കുകളുടെ സമ്മാണ് R2. ഫെർട്ടിലൈസർ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റാങ്കുകളുടെ സമ്മാണ് 83.
സോ എച്ച് ഇസ് ഈക്വൽ ടു 12 by n into n plus 1 into summation I equal to 1 to n ri square by ni minus 3 into n plus 1 ആണ്. സോ R1 പറഞ്ഞാൽ 133, R2 87, R3 80 നമ്മളുടെ കയ്യിലുണ്ട്. n equal to 24 ആണ്. സോ 12 by 24 into 25 സമ്മേഷൻ കൊടുക്കുമ്പോൾ 133 സ്ക്വയർ ബൈ 8 പ്ലസ് 87 സ്ക്വയർ ബൈ 8 പ്ലസ് 80 സ്ക്വയർ ബൈ 8 മൈനസ് 3 ഇൻറ്റു n പ്ലസ് 1 3 ഇൻറ്റു 25 ദാറ്റ്സ് ഈക്വൽ ടു 4.145 വരും. സോ നമ്മളുടെ ക്രിട്ടിക്കൽ വാല്യൂ എച്ച് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്വയർ വാല്യൂ പറഞ്ഞാൽ 4.145 ആണ്. സോ ഇതിന് നമ്മൾ ടേബിൾ വാല്യൂ നമ്മൾ കമ്പയർ ആണ് വിത്ത് ടേബിൾ വാല്യൂ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 വിത്ത് 5% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ 5.99 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ 4.145 അത് ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും ചെറുതാണ്. ദെർഫോർ ദി നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൾ ദ 3 ഫെർട്ടിലൈസേഴ്സ് yield ആർ ദി സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോൺ പാരാമെട്രിക് മെത്തേഡ്സിലുള്ളത്. സോ ഇതിൽ ക്രിട്ടിക്കൽ വാല്യൂസ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, അത് 2 സാമ്പിൾ ടെസ്റ്റ് അല്ല, സെവറൽ സാമ്പിൾ ടെസ്റ്റിന് എക്സാമ്പിൾ. അത് 3 സാമ്പിൾസ് വരുമ്പോൾ അല്ലെങ്കിൽ 4 സാമ്പിൾസ് വരുമ്പോൾ 5 സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂസ് ടെസ്റ്റാണ് യൂസ് ചെയ്യാൻ പറ്റുക. ക്ലിയർ.